ഇറാനും ഇസ്രയേലും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഇസ്രയേലിന്റെ വാർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സൈന്യം ഏത് സമയത്തും ആവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് മുകളിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ പൂർണ്ണമായും സജ്ജമായിരിക്കണമെന്നാണ്. അതേസമയത്ത് ഇറാന്റെ സൈന്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഈ ചർച്ച എന്ന് പറയുന്നത് മറ്റൊരു യുദ്ധത്തിന്റെ കുഴിമാടമാകുന്നു. ഇറാന്റെ സൈനികരുടെ കൈകൾ ട്രിഗറിലാണുള്ളത്. അവരുടെ കണ്ണുകൾ ശത്രുക്കൾക്ക് നേരെയാണ്. മാത്രമല്ല അവരുടെ ചെവികൾ മുകളിൽ നിന്നുള്ള ആ നിർദ്ദേശം അത് കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഞങ്ങൾക്കൊരു നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കാൻ സൈന്യം സജ്ജമായിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇറാന്റെ സൈനിക മേധാവിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതേസമയത്ത് ഇസ്രയേലിന്റെ വാർ മിനിസ്റ്റർ പറയുന്നത് സൈനികർക്ക് പൂർണ്ണമായി ഏത് സമയത്തും സജ്ജമായി നിൽക്കാനാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇപ്പോൾ ലെബനാനിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നത് ഇറാനും അതുപോലെ അമേരിക്കയും തമ്മിൽ ധാരണയിലായിട്ടുള്ള ഈ ഒരു കരാറിന്റെ ഭാഗമാണ്. എന്നാൽ ഇസ്രയേൽ വീണ്ടും ലെബനാനിൽ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഇറാൻ പറഞ്ഞത് ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങൾ ഇസ്രയേലിനെതിരെ ഈ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കും എന്നാണ്. എന്നാൽ ആ ഒരു തിരിച്ചടി ഏതെങ്കിലും രൂപത്തിൽ ഇസ്രയേലിനെതിരെ ഉണ്ടായാൽ സൈന്യം തിരിച്ചടിക്കാൻ സജ്ജമായിരിക്കണം എന്നതാണ് ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ ഈ പ്രസ്താവനയെ നമുക്ക് വായിക്കാൻ സാധിക്കുക. അതല്ല, ഇറാന്റെ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം ഇസ്രയേൽ നടത്തുന്നുണ്ടോ എന്നത് മറ്റൊരു ഭാഗത്തും ചിന്തിക്കേണ്ടതാണ്. എന്തായിരുന്നാലും ഈ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നാൽ ഇത് 60 ദിവസം നിലനിൽക്കുമോ എന്നല്ല, ഒരു മാസം പോലും നിലനിൽക്കുമോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ അമേരിക്ക ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഈ അമേരിക്ക ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടക്കുന്നതോടുകൂടെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ആസ്തികളെ ഇറാൻ ആക്രമിക്കും. അമേരിക്ക അതിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ അത്തരം ഒരു ആക്രമണം ഉണ്ടാവുകയില്ല. നമുക്കറിയാം, ഇസ്രയേലും ഇറാനും തമ്മിൽ ആക്രമണം ഉണ്ടായിരുന്ന 12 ദിവസത്തെ യുദ്ധം, ഈ യുദ്ധത്തിൽ ഇറാൻ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയത്ത് ഇസ്രയേലിന് നേരെയായിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഘട്ടത്തിൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല. നേരെ മറിച്ച് അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിൽ യുദ്ധം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രോപ്പർട്ടികളെ ആക്രമിക്കാൻ ഇറാന് നിയമപരമായ സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ ആക്രമിക്കാൻ ഇറാന് മുന്നിൽ നിലവിലെ സാഹചര്യങ്ങൾ ഉണ്ട്. കാരണം ഈ വെടിനിർത്തൽ ധാരണ മാത്രമാണ്. ഒരു യഥാർത്ഥത്തിലുള്ള നിയമപരമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്കയും ഇറാനും പോയിട്ടില്ല. അതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ തുടർച്ചയായി വീണ്ടും വേണമെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടക്കാതെ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ അവസരമായി ഇറാൻ അതിനെ കാണുമോ? അതല്ല, അമേരിക്ക ഇതിലേക്ക് വലിച്ചിഴക്കാതെ ഇറാനുമേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ ഇസ്രയേലും ഒരുങ്ങുമോ എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആശങ്ക.